ഹായ്, ഞാൻ IQ ട്രാവലർ. ഇന്ന് നമ്മൾ ഒരു പുതിയ യാത്രക്ക് തുടക്കം കുറിക്കുകയാണ്. എവിടേക്കാണെന്നുള്ളത് ചരിത്രങ്ങൾ ഉറങ്ങുന്ന, നമുക്ക് ഇന്ത്യക്ക് തന്നെ നമ്മളെ മുഗൾ രാജ്യം വന്നു തുടങ്ങിയ ബാബർ വന്ന രാജ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ. ഇപ്പം ഉസ്ബെക്കിസ്ഥാനിൽ വിസ സ്റ്റാർട്ടായിട്ടുണ്ട് വിസിറ്റിങ്ങിനുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടേക്ക് നമ്മൾ ചിലവ് കുറഞ്ഞിട്ട്, ഇപ്പം പൊതുവേ വലിയ ചിലവാണ് അവിടേക്ക്, ഫ്ലൈറ്റിനും യാത്രക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ളൂ ഫ്ലൈറ്റുകൾ. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇത് കാണിക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ, നമ്മൾ തായ്ലൻഡ് എല്ലാ രാജ്യങ്ങളും ഈസിയിൽ പോകുന്നത് പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് എങ്ങനെ പോകാൻ പറ്റും. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ പോകുമ്പം കസക്കിസ്ഥാൻ നമുക്ക് വിസ ഫ്രീ ആണ്, അവിടെയൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ ഒരു യാത്രികർക്ക് എങ്ങനെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുക, കസക്കിസ്ഥാനിലേക്ക് പോവുക വളരെ ചീപ്പായിട്ട്, ചരിത്രങ്ങളും വളരെയധികം പേർഷ്യൻ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു രാജ്യമാണ്, പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നത്. അപ്പം അവിടേക്കുള്ള യാത്രയാണ് നമ്മൾ വളരെ ചിലവ് കുറച്ച് എന്നാൽ വളരെ സെക്യൂറായിട്ട് എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ നിന്നും ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ പറ്റും. ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയതിനു ശേഷം. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? എല്ലാവരും ഉണ്ടാവണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്തരം യാത്രകൾ ഇതേപോലെ എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതുപോലെ പുതിയ പുതിയ രാജ്യങ്ങളിൽ എങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു യാത്ര ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. പിന്നെ അവിടുത്തെ വിശദമായ കാഴ്ചകളും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എൻ്റെ 59ാമത്തെ രാജ്യത്താ കാലുകുത്താൻ പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ. കാലുകുത്തി 59ാമത്തെ രാജ്യത്തിലെത്തി. ആയുഗയിൽ നിന്നാണ് ഞാൻ പുറപ്പെടുന്നത്. അപ്പം ഇവിടെ നിന്ന് ഞാൻ പുറപ്പെട്ട് നേരെ നമ്മളെ സ്കൂട്ടറിൽ, എൻ്റെ ഈ സ്കൂട്ടറിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവും, അവിടുന്ന് ട്രെയിനിൽ മുംബൈ പോവും. എന്നതിന് ശേഷം അവിടെ നിന്നാണ് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇതാ വിനീത് റെഡി ആയിട്ടുണ്ട് എന്നെ കൊണ്ടുപോയി വിടാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ യാത്രയ്ക്കും ഓൻ തന്നെയാണ് കൊണ്ടുപോയി വിടുക. അപ്പം നമ്മൾ പോവല്ലേ, റെഡി. ഇതാണ് നമ്മളെ ട്രാവൽ ബാഗ്. ഇതിലെല്ലാ സംഗതിയും ഉണ്ടാവും. അപ്പോൾ ഒരു യാത്രികന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് ഈ ബാഗ്. അപ്പോൾ നമ്മൾ കുറേ ട്രോളി കാര്യങ്ങൾ ഇങ്ങനത്തെ സംഗതികളൊക്കെ കൊണ്ട് നടക്കുന്നതിലും നല്ലത് നമുക്കൊരു ബാഗ് ഉണ്ടെങ്കിൽ അത് ബാക്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യാത്ര വളരെ കംഫർട്ട് ആയിരിക്കും, ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ പോവല്ലേ. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 1 മണിക്കൂർ കൊണ്ട് ട്രെയിൻ എത്തും. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ വിനീതത. അപ്പോൾ നമ്മളെ ഉസ്ബെക്കിസ്ഥാൻ യാത്രേൻ്റെ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ? എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. ഇതൊരു കേരളത്തിൽ നിന്ന് ഒരാൾ വളരെ ചീപ്പായിട്ട് ഉള്ള ഒരു യാത്ര നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഡൺ. എൻ്റെ 59ാമത്തെ 59 രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ. മറ്റ് 58 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും പല വട്ടങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് ടൂറിസത്തിന് ഡെവലപ്പ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക. 59ാമത്തെ രാജ്യം IQ ട്രാവലർ. നമ്മൾ പനവേലെത്തിയിരിക്കുകയാണ്. സമയം 3 മണി.
പുലർച്ചെ 3 മണിക്ക്. രാവിലെ നമ്മൾ 9 മണിക്ക് അവിടെ നിന്ന് പോന്നിട്ട് ഇവിടെ 3 മണിക്ക് എത്തി. അപ്പോൾ 610 രൂപ നമ്മളെ ടിക്കറ്റ് ചാർജും നല്ല സർവീസ് ആയിരുന്നു, ഒക്കെ ഓക്കെയാണ്. പിന്നെ 250 രൂപയോളം നമ്മളെ ഫുഡിന്. ഇതാണ് നമുക്ക് ഇവിടേക്ക് വന്ന ചിലവ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എയർപോർട്ടിനടുത്തേക്കുള്ള ട്രെയിനിൽ പോകും. അപ്പോൾ എയർപോർട്ടിനടുത്തേക്കുള്ള ട്രെയിനിലേക്ക് പോകുന്ന ഡീറ്റെയിൽസ് നമുക്ക് നേരെ അതിൻ്റെ ടെർമിനലിൽ എത്തിയിട്ട്, ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. എവിടെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഡീറ്റെയിൽ കൂടി എടുക്കാം. ഏകദേശം ഒരു 1000 രൂപ വരും ഇവിടേക്ക്, അത്ര തന്നെ. ഓക്കെ, അപ്പം ഇനി പനവേലയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു പേടിയും വേണ്ട, സുഖമായിട്ടുള്ള യാത്രയാണ്. ഓക്കെ, ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കുർള ജംഗ്ഷനിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത്. 15 രൂപയേ ഉള്ളൂ ടിക്കറ്റിന്, 15 രൂപ. ഓക്കെ, ഡൊങ്കവല്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നും ചേഞ്ച് ചെയ്തിട്ട് ട്രെയിൻ ചേഞ്ച് ചെയ്ത് കയറണം. 15 രൂപ കുർള ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നേരെ ബസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോന് എയർപോർട്ട് തൊട്ടടുത്താണ്. അപ്പോൾ അത്രയേ അതിൻ്റെ ചിലവ് വരാനുള്ളൂ. ഇവിടെ നിന്നിട്ട് ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് സ്റ്റേഷന്. ട്രെയിൻ ഇത് അവിടെ നിന്നുണ്ടാവും. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ പോകും. ഈ ട്രെയിനിലാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ അന്തേരി വന്ന് ഇറങ്ങി. അന്തേരിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് ബസ്സിന് പോകേണ്ടത് വന്നു. അപ്പം അന്തേരി നമ്മൾ എയർപോർട്ടിലേക്ക് നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബസ്സുണ്ടാവും, വളരെ അടുത്താണ്. മെട്രോ സ്റ്റാർട്ടായിട്ടില്ല അവിടേക്ക്. മെട്രോ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ഉണ്ടാവും. ഇവിടെ നിന്ന് അന്തേരിയിൽ നിന്നാണ്, അതായത് പനവേൽ ടു അന്തേരി, അന്തേരിയിൽ നിന്ന് മെട്രോ എയർപോർട്ടിലേക്ക്. ഓക്കെ, എയർപോർട്ടിലേക്ക് A337 A335 6 റുപ്യ ഉള്ളൂ. ഇവിടുന്ന് 6 രൂപ. നമ്മൾ ടെർമിനൽ 2 എത്തിയിട്ടുണ്ട്. നേരെ അതിൻ്റെ താഴത്താണ് നിർത്തുക ബസ്. അപ്പോൾ നമ്മൾ പനവേലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 15 + 6 ബസ്സിന് 21 രൂപയാണ്. സർവീസൊക്കെ ഓക്കെയാണ്. പബ്ലിക് സർവീസ് ആയതുകൊണ്ട് അത്ര റേറ്റ് കുറവ് ഇപ്പം. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 21 രൂപയാണ് പനവേലിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി ഓട്ടോ ഒക്കെ പോകുന്ന ഭാഗമാണ്. ഇവിടുന്ന് നമ്മളെ ടെർമിനൽ കൗണ്ടറുകളിലേക്ക് പോകും. അടിപൊളി എയർപോർട്ടാണ്. അങ്ങനെയുണ്ട്. മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പുതിയതുണ്ടാക്കിയതാണ്. ഫുള്ള് ഗാർഡനിങ്ങും 1, 2, 3, 4, 5 ഫ്ലോറിലാണ്. പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാറൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങിയ കാറൊക്കെ വരുന്നുണ്ട്. അറൈവലും ആയിരിക്കും. നമ്മൾ ഡിപ്പാർച്ചർ ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പം തന്നെ ഏറ്റവും ടോപ്പിലാട്ടോ 5ാമത്തെ 6ാമത്തെ ഫ്ലോറിലാണ് ഡിപ്പാർച്ചറിൽ വരുന്നത്. ഭയങ്കര സൗകര്യങ്ങളൊക്കെയാണ്. ഡിപ്പാർച്ചർ ഗേറ്റ്സ്. ഇനിയിപ്പോൾ നമ്മളെ ടൈമായി കഴിഞ്ഞാൽ അവിടെ കൗണ്ടറിൽ പോയിട്ട് അങ്ങോട്ടേക്ക് പോവാം. സമയമായിട്ടില്ല, 5-6 മണിക്കൂർ ഇനി ബാക്കിയുണ്ട്. 3 മണിക്കൂറാകുമ്പോൾ നമ്മൾ പോവുള്ളൂ. എന്തായാലും എയർപോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഡിപ്പാർച്ചർ ഗേറ്റിലാണ്. എയർപോർട്ട് 6ാമത്തെ ഫ്ലോറിലാണ്. അതിൻ്റെ ഗാർഡനൊക്കെ കണ്ടു, ഫ്ലാഗൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. സൂര്യൻ ഇതാ ഉദിച്ച് വരുന്നുള്ളൂ, കാണുന്നുണ്ടോ? ഉദിച്ച് വരുന്നുള്ളൂ സൂര്യൻ. ഇവിടെ രാത്രി പകൽ എന്നുള്ള കണക്കൊന്നുമില്ല. എയർപോർട്ടിൽ ഫുൾ ടൈം റഷാണ് കാണുന്നത്. ഛത്രപതി ശിവജീൻ്റെ ഫോട്ടോ. ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ട്. ഗാർഡൻ ഫുൾ സെറ്റപ്പാണ്. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉണ്ട്. അറൈവലിൻ്റെ ഗ്രൗണ്ടാണിത്. ഇതിൽ നിന്ന് 1, 2, 3, 4, 5, 6ാമത്തെ ഫ്ലോറിൽ നമ്മളുള്ളത്. സൂര്യൻ ഉദിച്ച് വരുന്ന കണ്ടങ്ങൾ. എയർപോർട്ട് നല്ലോണം വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 10 കൊല്ലത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഫുള്ള് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അദാനിയാണ് ഈ എയർപോർട്ട് കൈകാര്യം ചെയ്യുന്നത്.
അപ്പം മുംബൈ എയർപോർട്ടിൻ്റെ അടുത്താണ്. ബോർഡിങ് എടുക്കാൻ വന്നതാണ്. ഇതാ ലഗേജ് ഇതാ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബോർഡിങ് എടുക്കാൻ സമയമായിട്ടില്ല, കൗണ്ടർ ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ട്രെയിനിൽ വന്നുകൊണ്ട് ലക്ഷം നേരത്തെ വന്നു. അതുകൊണ്ട് തന്നെ എയർപോർട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു അടിപൊളി എയർപോർട്ടാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ മുംബൈയിലുണ്ട്. അപ്പോൾ നീ ബോർഡിങ് എടുത്ത് എമിഗ്രേഷനിലേക്ക് പോകുമ്പോൾ അതിന് ശേഷം കാണാം. ഓക്കെ. ഉസ്ബെക്കിസ്ഥാൻ എയർലൈൻസിൻ്റെ ബോർഡിങ് സ്റ്റാർട്ടാവുകയാണ്. 2 കൗണ്ടറാണ് ഓപ്പണായത്. 3 കൗണ്ടറായി. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടാവും. ഫസ്റ്റ് തന്നെ ഞാൻ പോകുന്നത്. ബോർഡിങ് സ്റ്റാർട്ടായി. ഉസ്ബെക്കിസ്ഥാൻ ബോർഡിങ് എടുക്കും, ലഗേജ് ഇടും, എന്നിട്ട് എമിഗ്രേഷൻ, എന്നിട്ട് ഫ്ലൈറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ബോർഡിങ്ങും എമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇനി ഡ്യൂട്ടി ഫ്രീ കഴിഞ്ഞ് നമ്മൾ ബോർഡിങ് ഫ്ലൈറ്റിലേക്കുള്ള ടൈമിന് മാത്രം ഇനി പോയാൽ മതി. ബാക്കി എല്ലാ കഴിഞ്ഞു. ഇവിടുത്തെ എമിഗ്രേഷനും ഇവിടുത്തെ ചെക്കിങ്ങും ഹെൽത്ത് ചെക്കിങ്ങും ഒക്കെ ലേശം സ്ട്രോങ് ആണ്, പക്ഷെ ഫാസ്റ്റാണ്. ഇഷ്ടം പോലെ കൗണ്ടേഴ്സ് ഉണ്ട് ഇവിടെ. ഡ്യൂട്ടി ഫ്രീ കാണുന്നുണ്ടല്ലോ അല്ലേ, അടിപൊളി സെറ്റപ്പാണ് ഫുള്ള്. ഇഷ്ടം പോലെ വലിയ ഡ്യൂട്ടി ഫ്രീ ആണ്. എല്ലാ സംഗതികളുണ്ട്. ബാഗ്, ഓർണമെൻറ്റ്സ്, എല്ലാ സംഗതിയും. ചോക്ലേറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ലോഞ്ച് കയറി നോക്കുകയാണ്. ഫുള്ള് സെറ്റപ്പാട്ടോ എയർപോർട്ട്, ഒന്നും പറയാനില്ല. ഭയങ്കര സെറ്റപ്പാണ് ഇൻറ്റീരിയറൊക്കെ. ഇതൊക്കെ അദാനി എടുത്തതിൻ്റെ ശേഷമുള്ള അദാനി ലോഞ്ച് ഉണ്ട് ഇവിടെ. എയർപോർട്ടൊക്കെ തന്നെ വളരെ ഭയങ്കര സെറ്റപ്പാണ്. ഇത് അദാനി ലോഞ്ച് ഉണ്ട്. നമ്മൾ അദാനി ലോഞ്ചിലൊന്ന് കയറി നോക്കാം, എന്താ സ്ഥിതി നോക്കാം. ക്രെഡിറ്റ് കാർഡ് ലോഞ്ചാണ്. നമ്മൾ SBI കാർഡ് ഉണ്ടെങ്കിൽ RBL കാർഡ് അങ്ങനത്തെ കാർഡുകൾക്കൊക്കെ ഉള്ള ലോഞ്ച്, അതിൻ്റെ ലോഞ്ചാണ്. അതിൻ്റെ ഫുഡ് കോർട്ടാണ്, ഫുഡിൻ്റെ ഏരിയയാണ്. നിങ്ങളെ പേരെന്ന് പറയും? എൻ്റെ പേര് റെയ്സ്. നമ്മൾ റെയ്സിനെ പരിചയപ്പെട്ടു ഓടുന്നു എയർപോർട്ടിൽ നിന്നും. അപ്പം നമ്മളെ ഉസ്ബെക്കിസ്ഥാനിലേക്ക് തന്നെയാണ് ആളുള്ളത്. അപ്പം ആള് സമർഖാനത്തിലേക്ക് പോകും, ഞാൻ തഷ്കന്തിലേക്ക് പോകും. പക്ഷെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. പിന്നെ തീർച്ചയായിട്ടും ആള് സൗദിയിലാണ്, എറണാകുളമാണ്. അപ്പം നമ്മൾ വീണ്ടും ആളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചോദിക്കും. ഇപ്പോൾ ഫ്ലൈറ്റ് നമ്മൾ അർജൻറ്റ് ആയതുകൊണ്ട് ഓടുകയാണ് കിടന്നിട്ട്. അപ്പം എല്ലാവർക്കും കാണാം. ഓക്കെ റൈസ്. ഓക്കെ, അപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിയത്. നമ്മളവർ ഓടിപ്പിച്ചിട്ട് ഇതാ അവിടെ വന്നിട്ട് കാത്തുക്കുക ഉള്ള ആൾക്കാർ. ഇത് സമർഖാൻഡ് അതിൻ്റെ ഫ്ലൈറ്റ് തന്നെയല്ലേ, ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്ലൈറ്റ് തന്നെയല്ലേ. അപ്പം പിന്നെ മറ്റേ സർവീസുള്ള ആൾക്കാർ നമ്മളെന്തേലും അസ്താന എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൻ്റെ ഇല്ല. അവരെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ ഇവർക്ക് തന്നെ കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ എമിറേറ്റ്സിന് ഇവർക്ക് കൊടുക്കുന്ന പോലെ. അപ്പം നമ്മൾ ഭയങ്കര റഷ് ഉണ്ട് ആൾക്കാർ, ഉസ്ബെക്കിസ്ഥാൻ്റെ ആൾക്കാരൊക്കെ. आपको बोर्डिंग पास चाहिए? ഇവിടെ വരുന്നോ? മഴ പൊടിയുന്നുണ്ട്. എൻ്റെ 59ാമത്തെ രാജ്യതാ കാലുകുത്താൻ പോവുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ കുത്തി കാലുകുത്തി 59ാമത്തെ രാജ്യത്തിലെത്തി. ഇനി നമുക്ക് ഇവിടുത്തെ എക്സ്പ്ലോറിങ് നടത്താം. എമിഗ്രേഷനിലേക്കുള്ള ബസ്സിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷനിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. ഒരാൾ നമ്മളെ വീഡിയോ എടുക്കുന്നുണ്ട്. വിസ ഒലീഷ് സെക്രട്ടറി, വിസ ഓണറേലിൻ്റെ പേരാണ് വിസ ഒലീഷ് സെക്രട്ടറി. പാസ്പോർട്ട് നസോറാത്തി. ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ.
അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കൺട്രോളിൽ കയറുകയാണ്. പാസ്പോർട്ട് കൺട്രോൾ. ഇമിഗ്രേഷൻ അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ പുറത്തെത്തി. ചെറിയ നമ്മളെ ഡൊമസ്റ്റിക് പണ്ടത്തെ എയർപോർട്ട് പോലുള്ള എയർപോർട്ട്, വളരെ ചെറിയ എയർപോർട്ട്, പഴയ എയർപോർട്ട്. പിന്നെ വിസൻ്റെതൊക്കെ ഇമിഗ്രേഷനൊക്കെ വളരെ സിമ്പിൾ. നമ്മൾ എയർപോർട്ടിൽ നിന്ന്, ഉസ്ബെക്കിസ്ഥാൻ്റെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. അപ്പം ഭയങ്കര തണുപ്പും മഴ ആയതുകൊണ്ട് അവിടെ നിന്ന് പുറത്തുനിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. കാറിൽ കയറിയതിൻ്റെ ശേഷം അടുത്ത് ടാക്സിയിലാണ്. ചെറിയ സിറ്റി, സമാധാനമുള്ള സ്ഥലം. ഇനി റൂമിലെത്തിയിട്ട് ഫ്രഷ് ആയതിൻ്റെ ശേഷം ബാക്കി പുറത്ത്. ദീന ഉസ്ബെക്കിസ്ഥാൻ. താഷ്കന്തിലെ വലിയൊരു മസ്ജിദാണിത്. കുറേ ഉണ്ട്, അതിലൊന്നാണിത്. ഇവിടെ ഈ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് വലിയ റഷൊന്നുമില്ല. ഇവിടെ ഉസ്ബെക്കിസ്ഥാനിൽ ഞാൻ ആദ്യത്തെ ഫുഡിന് വന്നാണ് റെസ്റ്റോറൻറ്റ് ഫുള്ള് റിച്ചാണ് കാര്യങ്ങൾ. ഇവിടെ ആക്സ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട്. പണ്ട് തറവാട്ടുകാർ ഇവിടുത്തെ ഫുഡിൻ്റെ ഓരോ ഫുഡിൻ്റെ ആണ്. അപ്പം നമ്മൾ അതിലേക്ക് ഫുഡിൻ്റെ ഇത് ചെയ്യാം. ഞാൻ ചിക്കനിലുള്ള ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ ഓർഡേഴ്സ്. അപ്പോൾ അത് കാണിക്കാം. ഇതാണ് അതിൻ്റെ മെനു. ഇതേപോലെ സ്ഥാപനം ഉസ്ബെക്കിസ്ഥാൻ മൊത്തം ഉള്ള ആളാണ്. ഇയാളാണ് ഇവിടുത്തെ ഇതിൻ്റെ ആള്. പണ്ടേ ഇതുള്ള ആളുടെ പേരിലുള്ള ബ്രാൻഡാണ്. ഇവിടെ അഹമ്മദിന് അക്സ്മദ് എന്നാണ് പറയുക. ഇതൊക്കെ മെനു ബുക്കുകളാണ്. $45,000, $38,000, $89,000 ഒക്കെയാണ്. അത് കണ്ട് പേടിക്കൊന്നും വേണ്ട. $152 ഒരു റുപ്യക്ക്. അപ്പോൾ 82,000 ഹരിക്കണം 182 ഇട്ടാൽ അതാണ് ഇവിടുത്തെ റേറ്റ്. ഇത് ദീന, ഇവിടുത്തെ സിംഗറാണ്. ഇത് നമ്മളെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അടിപൊളി റെസ്റ്റോറൻ്റാണ്. കാണുന്നുണ്ടല്ലോ, റെസ്റ്റോറൻറ്റിന് ഫുള്ള് ലക്ഷറിയാണ്. അപ്പോൾ ഇത് ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡിലേക്ക് വരാൻ ഫസ്റ്റിൽ വരുന്നത് പ്ലേറ്റിൽ ഇങ്ങനെ ഇതൊക്കെ. അപ്പം നമ്മൾ ഈ പേർഷ്യൻ ടച്ചാണ് ഇവിടുത്തെ ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പം ഇവർ നമ്മൾ ഇറാനീസിനെ പോലെ തന്നെ, നമ്മൾ അറബിക് പോലെ തന്നെയുള്ള തുർക്കിഷ് ടച്ചിലാണ് ഫുഡിൻ്റെ എല്ലാ കാര്യങ്ങളും. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജാക്കറ്റ് ഇട്ടിട്ടാണ് ആൾക്കാരുള്ളത് ഫുള്ള്. വാട്ട് വി ഓർഡർ? ഗോപ് ചിക്കൻ. ഇവിടുത്തെ സ്പെഷ്യൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗോപ് ചിക്കൻ. അപ്പോൾ അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കാം. Japonski bilmiyorum bu da kurmam Japonski. Tamam mı? Bitti Japonski bitti bayıda. Ha Gretski keyin anaqa. Qora choy. Keyin jo'ja 3 kishilik olib kelasizlar. Yaxshilab qovurib. Non. 300 gram gibi. 300 gram. 300 gramdan 3 ta. Keyin non berasiz. Noninglar qanaqa? Ahmad non beradi. Bitta olib kelib turing, agar yetmasa yana എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ സാധനം വന്നു നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. Japonski 300 gram cüce uçtu. ഇത്രയും ഓർഡർ ചെയ്തിട്ടുണ്ട്. İçmez ekan da choy. Mojito muzdan rosa. The specialty Ahmed. ചായക്ക് കത്തിച്ചിട്ട് ഓക്കെ. സലാഡ്. ദിസ് ചിക്കൻ? No. What is it? Beef. Beef. This name? This name Salam Grecki. Yes? Grecki. Greeks. Yes.
Greek salad. ബീഫിന്റെ ഗ്രേക്ക് സലാഡ്. This Japon. This Greek. ഓക്കെ. ദിസ് ബീഫിന്റെ തന്നെ യപ്പൂൻസ്. ഇത് സലാഡ്, ഗ്രീൻ സലാഡ്. ഇതുവരെ ഐറ്റം Uzbek bread. ഉസ്ബെക് ബ്രെഡ്. Yes. വിച്ച് ചായ ദിസ് വൺ? All fruits inside. ഓൾ ഫ്രൂട്ട്. Endi fruit ovqatlanishga chayani. keldik va otel sal uzoqroq ekan, ayirib nima betonka tarafda Oh. ekanda. Anaqa deyapti, men Kiren saat ato. magazinga olib boryapti. Bayangara Bir taste. kilodan ko'p olib chiqib keta oladim pullarni. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ മിക്സിംഗ് നോക്കണം. Pullarga o'rtoqlaringda bor o'sha lom olmoqchi ekan, lom bo'ladi. Men deydi anaqa ഇതിലെ മിക്സിങ് തക്കാളി, കുക്കുംബർ, പിന്നെ സോയാബീൻ്റെ ഇത് ഓയില് അത് മിക്സ് ചെയ്തിട്ട് പിന്നെ എള്ളിൻ്റെ ആ ഇത് ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. ഇത് സലാഡ് അതിൻ്റെ കൂടെ വരും. അതിൻ്റെ കൂടെ ചീസും പിന്നെ വാട്ട് ഈസ് നെയിം ദിസ് വൺ? ജൈത്തൂൻ. zaitun. അപ്പം അതും ജെയ്ത്തൂനും കൂടി മിക്സ് ചെയ്തിട്ട് തക്കാളി, സലാഡ്, നാരങ്ങ, പിന്നെ സലാഡിൻ്റെ സെറ്റപ്പാണ്. Olive. ബ്രെഡിന് ഇവിടുത്തെ പേര് നോം എന്നാണ്. ഇവരെ ബ്രെഡാണ്. നമ്മളെ നാട്ടിൽ നമുക്ക് പത്തിരി, വെള്ളപ്പൊക്കെ ഉള്ളതുപോലെ ഇവർക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കുന്ന ബ്രെഡാണ്. ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് എള്ളിൻ്റെ ഇത് കൂടി ഇടും. നമ്മുടെ നാട്ടിലെ പാവുമായിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടി നല്ല ഉഷാറാസാണ്. ഭയങ്കര ഒരു അപ്പത്തിൻ്റെ കണ്ടങ്ങൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ കേക്ക് പോലെ ഉള്ള രീതിയിൽ. നമ്മളെ ഷവായിൻ്റെ പോലെ തന്നെ ഷവായി തന്നെ, പക്ഷെ അതിൽ മിക്സിങ്ങിനുള്ള സാധനങ്ങൾ ഡിഫറെൻ്റ്. ഷവായിൻ്റെ കൂടെ ഇതുവരെ ഓരോരുത്തർക്ക് ഉള്ള കഴിക്കാം. ഇതൊരാൾക്ക് കഴിക്കാനുള്ള പോർഷനാകും. നമ്മൾ രണ്ടാളും കഴിക്കുന്ന പോർഷൻ. ഇതിൻ്റെ കൂടെ ഇതുകൂടി ഉണ്ടാവും. ഇതൊരു നോർമൽ ഫുഡാട്ടോ. ഇത്രയും കഴിക്കുക എന്നുള്ളത് നോർമലാണ്. ഇതൊന്നും വലിയ ക്വാണ്ടിറ്റി അല്ല. Welcome Ahmad. Gold chicken. Iqbal. Mr. Iqbal. ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ പേരാണിത്, ഇസ പാലസ്. ഇവിടെയാണ് ഇന്ന് സ്റ്റേ ചെയ്തത്. ഇവിടെ 1100 രൂപ റൂമിന് വന്ന റെൻറ്റ്. 1100. നല്ല 4 സ്റ്റാർ ഹോട്ടലാണ്. ഇതിൻ്റെ ഏരിയ ആണിത്, സിറ്റി. ചെറിയ ഹോട്ടലാണ്, പക്ഷേ നല്ല 4 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ റൂംസാണ് ഇത്. ഇവിടുത്തെ ഒരു 4 സ്റ്റാർ ഹോട്ടലാണ്. 1200 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. ശരിക്കും 2 ആൾ വരികയാണെങ്കിൽ 2 ആൾക്കാർക്ക് ഒരാൾക്ക് 600 രൂപയേ വരുള്ളൂ. അതാണ് അതിൻ്റെ കണക്ക്. 2 ആൾക്ക് താമസിക്കാൻ പറ്റുന്ന റൂമാണ്. ഇതിൽ കുറഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ 600 രൂപ വരെ കിട്ടാനുണ്ട്. അങ്ങനെ വരുമ്പം നമുക്ക് 2 പേര് വരുമ്പം 300 രൂപ എക്സ്ട്രാ വരുള്ളൂ. ഇത്രയും നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും. ലിഫ്റ്റ്, എല്ലാ സൗകര്യവും. ഇന്ന് ഞാൻ താഷ്കണ്ടിലാണ്. താഷ്കണ്ടിൽ ഞാൻ എടുത്ത റൂം ഇതാ 320 എത്ര നിങ്ങളുടെ റൂം? 324 റൂമില് നമ്മളൊരു മലയാളി ഫാമിലിനെ എനിക്ക് കാണാൻ സാധ്യതയുണ്ടായി. അപ്പൊ ഇവര് ഷാർജയിൽ നിന്ന് വന്നതാണ്. ഇവരെ പ്രത്യേകത എന്താണെന്നറിയോ? മ്യൂസിക് ഫാമിലിയാണ്. ഇതാണ് ഇവരെ പ്രത്യേകത. ഇദ്ദേഹം ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ പേര് തോമസ് ബാബു, സൗമ്യ, ലൗലി, ശരൺ. അപ്പൊ ഈ ഫാമിലിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, മ്യൂസിക് ഹാർമോണിയം. അപ്പൊ ഓരോരുത്തർ എന്തൊക്കെത്തിലാണ് എക്സ്പേർട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. സാറ് ഞാൻ സ്ട്രിങ്സിലാണ്. എത്ര വർഷങ്ങളായി? ടീച്ചറാണ്. അതിന്റെ ടീച്ചറാണ് ഷാർജയിൽ കേട്ടോ. അങ്ങനെയാണ് ഈ ഫാമിലിന്റെ ബേസ്. ഇത് അതെ, അമ്മ റൈറ്റിംഗില് എഴുത്തുകാരി കേട്ടോ. പാട്ട് എഴുതി കൊടുക്കും ഇവർക്ക്, എന്നിട്ട് പഠിപ്പിക്കും. സിംഗിങ് കൂടെ എന്തോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ട്രാവൽ ഏജന്റ്. എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും കൂടി ഇതിലൊരു ബേസ് ഉണ്ട്. ആള് എമിറേറ്റ്സിൽ വർക്ക് ചെയ്യുന്നു, ട്രാവൽ സെക്ഷനിൽ. അപ്പം ആൾക്ക് ഒരു പാക്കേജ് ആൾ ഓൺ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലേ, ചെറിയൊരു ഐഡിയ ഇട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒരു ട്രിപ്പ് ഫാമിലിനെ വെച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്
കേട്ടോ. അപ്പൊ ഈ ഫാമിലിനെ പരിചയപ്പെടാനുണ്ടായി. ബാക്കി ഇവര് നാട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ വരികയാണെങ്കിൽ നമുക്ക് ആയുകയിൽ ഇവർക്ക് ഒരു വെൽക്കം ട്രീറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതുപോലെ നമ്മൾ ഇനിയും മലയാളികളെ ഇവിടെ കാണാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പൊ ഉസ്ബെക്കിസ്ഥാൻ മലയാളിയുടെ നാട്. എല്ലാവരും ഉസ്ബെക്കിസ്ഥാനിൽ വിസിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ?